മാതാ അമൃതാനന്ദമയി മഠം എൻ്റെ പേരിലുള്ള കാലാവധി തികയാത ഫിക്സഡ് ഡിപ്പോസിറ്റ് തട്ടിയെടുത്തതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ നിന്നും എടുത്തിരുന്നു. അതിൻ്റെ ഒരു കോപ്പിയാണിത്. അതുപോലെ ഞാൻ അതിനെക്കുറിച്ചുള്ള പരാതി കണ്ണൂർ എസ് പിക്ക് കൊടുത്തിരുന്നു. അതിൻ്റെ കോപ്പിയാണിത്. അങ്ങനെ കണ്ണൂർ എസ് പി ആണ് അത് കരുനാഗപ്പള്ളിയേക്ക് ഫോർവേഡ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി ഞാൻ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുക്കാൻ പോയിരുന്നു. ആ മൊഴി പകർപ്പാണിത്. പിന്നെ അവിടുന്ന് മറുപടിയൊന്നും വരാതിന് ശേഷം ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ 2 ദിവസം മുമ്പ്, അതായത് മാർച്ച് 15-നോ 14-നോ തോന്നുന്നു, എൻ്റെ പരാതി തള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജും കൂടി വന്നിരുന്നു. അപ്പോൾ നമുക്കിനി ഒന്നും ചെയ്യാനില്ല. കാരണം നമ്മൾ പരാതി കൊടുത്തിട്ടും എവിടെയും സ്വീകരിക്കുന്നില്ല. ഞാൻ വിശദമായി മൊഴി കൊടുത്തിരുന്നു. അതുപോലെ എൻ്റെ ഫിക്സഡ് ഡിപ്പോസിറ്റ് കാലാവധി തികയാതെ ഫിക്സഡ് ഡിപ്പോസിറ്റ് എടുക്കണമെങ്കിൽ ഞാൻ ആ റെസീറ്റിൽ ഒപ്പിടണം. ഞാൻ ആ റെസീറ്റിൽ ഒപ്പിട്ടിട്ടില്ല. ഇവർ വ്യാജ ഒപ്പിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിത് ഒരു പരാതിയായിട്ട് ഓംബുഡ്സ്മാന് കൊടുത്തിരുന്നു. അപ്പോൾ ഓംബുഡ്സ്മാൻ്റെ അടുത്ത് മാനേജർ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ ആ പൈസ എടുത്തന്ന് തന്നെ മെസ്സേജ് കൊടുത്തിരുന്നു എന്നാണ്. ആ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എൻ്റെതല്ല. മാത്രമല്ല, ആ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ മെസ്സേജ് കൊടുത്തിട്ടും ഇദ്ദേഹം ഇങ്ങനെ ഞങ്ങൾക്കെതിരെ യാതൊരു പരാതിയും തന്നിട്ടില്ല. പിന്നെ 2 മാസം കഴിഞ്ഞാണ് പരാതി തന്നിട്ടുള്ളത് എന്ന് ബാങ്ക് ഓംബുഡ്സ്മാൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു. കാരണം ഈ മൊബൈൽ നമ്പർ എൻ്റെ അടുത്തല്ല, അത് വ്യാജ നമ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ എൻ്റെ പാസ്ബുക്കിൽ നോക്കുമ്പോൾ 12 നമ്പർ വേണ്ടെങ്കിൽ ലാസ്റ്റുള്ള 4 നമ്പർ വെട്ടി മാറ്റിയിരിക്കുന്നു. ഈ നമ്പറിൻ്റെ ക്ലിയറൻസ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊല്ലത്തുള്ള ബാങ്കിന് മെയിൽ അയച്ചിട്ടുണ്ട്. അതിൻ്റെ ക്ലിയറൻസ് വേണമെന്ന് പറഞ്ഞിട്ട് അതിൽ വെച്ചിരിക്കുന്ന നമ്പർ വ്യക്തമല്ല. അത് 4 നമ്പർ വെട്ടി മാറ്റിയിരിക്കുന്നത്. എന്തോ ഒരു ബിനാമിക്ക് വേണ്ടി എന്തോ ചെയ്തതാണത്. ഇങ്ങനെയാണ് കാര്യം. ഏറ്റവും വലിയൊരു ചീറ്റിംഗ് കേസാണ് നടന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഒരു പരാതി കൊടുത്തിട്ടും അതിൻ്റെ FIR ഇടാനോ ഒന്നും തയ്യാറായിട്ടില്ല. അത് സമ്മർദ്ദത്തിൽ വഴങ്ങിയോ എന്തോ അത് തള്ളിയതായിട്ടാണ് എനിക്ക് മെസ്സേജ് വന്നത്. നമ്മളെപ്പോലെ തന്നെ സാധാരണക്കാരൻ എന്ത് ചെയ്യും? മറ്റൊന്ന്, ഞാനവിടെ 28 വർഷം സേവനം ചെയ്ത ഒരാളാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് വന്നാൽ എനിക്ക് ജീവിക്കാൻ 5 സെൻറ്റ് താമസിക്കാൻ ഒരു വീടില്ല, 5 സെൻറ്റ് സ്ഥലമില്ല. 57 വയസ്സ് കഴിഞ്ഞ് എനിക്കൊരു ജോലി ചെയ്യാൻ കഴിയില്ല. കാരുണ്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്നവർ ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെ ജീവിക്കും? അയാൾക്ക് വേണ്ടത് എന്തെങ്കിലും കൊടുക്കണ്ടേ? അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കുമെന്ന് മനുഷ്യാവകാശം എങ്കിലും അനുഭവിച്ച് കൊടുക്കണ്ടേ? മനുഷ്യത്വ ലംഘനമല്ലേ കാട്ടുന്നത്? ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കാതിരിക്കും? എന്നെപ്പോലെ ഞാൻ മാത്രമല്ല, പലരുമുണ്ട്. പക്ഷെ പ്രതികരിക്കാനുള്ള കഴിവില്ല. എങ്ങനെ പ്രതികരിക്കും? ഇപ്പം ഞാൻ ശക്തമായി നിന്നിട്ട് പോലും എനിക്ക് ഒരു നീതിയും ലഭിക്കുന്നില്ല. പിന്നെ മറ്റുള്ളവരെ കഥ പറയാനുണ്ട്. എത്രയോ പേര് നിസ്സഹായരായി കണ്ണീരൊഴുക്കുന്നുണ്ട്. ഒന്നും പ്രതികരിക്കാൻ അവർക്ക് പറ്റില്ല. ഇത്രയും അവസ്ഥയിലേക്ക് ഒരു ആശ്രമം അധപ്പതിക്കാൻ പാടുണ്ടോ? ഞങ്ങളുടെ പേരിൽ ഇട്ട പൈസ ഞങ്ങൾക്കല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർക്കാണോ? ആശ്രമത്തിനാണോ? ആശ്രമത്തിനാണെങ്കിൽ ആശ്രമത്തിൻ്റെ ട്രസ്റ്റിൻ്റെ പേരിൽ തന്നെ ഇടാമല്ലോ. എന്തിനാണ് ഞങ്ങളുടെ പേരിലിടുന്നത്? ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ പൈസ എന്തിനാണ് ഞങ്ങൾ അറിയാതെ എടുക്കുന്നത്? ഇതെല്ലാം ഒരു വിശ്വാസ വഞ്ചനയല്ലേ? സത്യസന്ധമായ കാര്യമാണോ? ഇത് ഒരു ആശ്രമം ചെയ്യാൻ പാടുണ്ടോ? ഇത് പറയുമ്പം എന്നെ ഇങ്ങനെ കൊല്ലാൻ ശ്രമിച്ചിട്ടോ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടോ വല്ല കാര്യമുണ്ടോ? ഇത് യാഥാർത്ഥ്യമല്ലേ? അതുമാത്രമല്ല, ഞാൻ വരാനുള്ള കാരണം എന്താണ്? 2-3 ബ്രഹ്മചാരികളുടെ മാതാപിതാക്കൾ മരിച്ചിട്ട് പോകുമ്പോൾ 1000 ഉറുപ്പ്യ പോലും കൊടുക്കാൻ തയ്യാറായില്ല. ഒരു 10,000 ഉറുപ്പ്യെങ്കിലും കൊടുത്തൂടെ എന്ന് ചോദിച്ചതിനാണ് എന്നെ പീഡിപ്പിച്ച് പുറത്ത് ചാടിച്ചത്. എത്രയോ ബ്രഹ്മചാരികൾ അവിടെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ ആശ്രമം ഇത്രയും കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള അവരുടെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾ മരിച്ചിട്ട് പോകുമ്പോൾ ഒരു 1000 രൂപ കൊടുക്കാൻ ആശ്രമം തയ്യാറാവില്ലെന്ന് പറഞ്ഞാൽ അതാരെങ്കിലും ശബ്ദം ഉയർത്തണ്ടേ? ഞങ്ങൾക്കെല്ലാവർക്കും അവിടെ മാസം 1000 രൂപയാണ് തരിക. അങ്ങനെ കിട്ടുന്ന രൂപ സ്വരൂപിച്ച് വെച്ചിട്ട്
പല ബ്രഹ്മചാരികളും കൂടിയാണ് 2-3 ബ്രഹ്മചാരിക്ക് മാതാപിതാക്കൾ മരിച്ച അന്ത്യകർമ്മത്തിന് മുമ്പ് 10,000 രൂപ കൊടുത്തത്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയോട് വ്യക്തമായി പറഞ്ഞതാണ്. എന്നിട്ടും ഒരു ദയ കാണിക്കാതെ, ഒരു കാരുണ്യം കാണിക്കാതെ ഒരാൾ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തി പോകുന്നത്? ഇത് പുറത്തുള്ള ആളോട് പറയുമ്പോൾ കാരുണ്യം പറയും, അങ്ങനെയാണ് മറ്റുള്ളവരെ കുറ്റം പറയും. യാഥാർത്ഥ്യമല്ലേ ഞാനിത് പറയുന്നത്? ഇത് അന്തേവാസികൾക്കെല്ലാം അറിയുന്നല്ലേ? അപ്പോൾ ഇത് പ്രതികരിക്കാതിരുന്നാൽ ഇനി എങ്ങനെ ശരിയാവും? ഇനി ആരും, ഞാനും പ്രതികരിച്ചില്ല, ഇനി ഒരാളും തന്നെ പ്രതികരിക്കാൻ തയ്യാറാവില്ല. ആർക്കും അതിന് ധൈര്യമില്ല. ഇപ്പോൾ ഞാൻ പ്രതികരിച്ചപ്പോൾ തന്നെ എത്രമാത്രം ശക്തമായാണ് എന്നെ എതിർക്കാനും അല്ലെങ്കിൽ എൻ്റെ പോസ്റ്ററിന് ചീത്ത കമൻ്റ് ഇടാനും ഒക്കെ ആളെ വെച്ചിരിക്കുന്നത്. മുമ്പ് ഗെയിലിൻ്റെ പ്രശ്നം വന്നപ്പോൾ ആശ്രമത്തിനെതിരെ ഒരുപാട് ഫേസ്ബുക്കിൽ പരാതി വരുന്നുണ്ട്. ആശ്രമത്തിലെ എല്ലാവരെയും വിളിച്ചിട്ട് ആശ്രമം തന്നെ അറിയിച്ചു, എല്ലാവരും ഫേസ്ബുക്ക് അക്കൗണ്ട് കൊടുക്കണം, എന്നിട്ട് നമുക്കെതിരെ വരുന്ന കമൻറ്റിനെ അങ്ങോട്ട് തിരിച്ച് കമൻറ്റ് ചെയ്യണമെന്ന്. അതുപോലെ ഗെയിലിൻ്റെ പ്രശ്നം വന്നപ്പോൾ സമരം ചെയ്യാൻ പോയത് ആശ്രമത്തിലെ അന്തേവാസികളെല്ലാം ഡ്രസ്സ് മാറി, മഞ്ഞുടുത്തവരും വെള്ളിയുടുത്തവരും കളർ ഡ്രസ്സ് ഇട്ടും കളർ സാരിയും കളർ പാൻറ്റും ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് പുറത്തു പോയത്. അങ്ങനെ സമരം ചെയ്യാൻ പോകുന്ന അതേ വേഷത്തിൽ തന്നെ ചെയ്യാമായിരുന്നില്ലേ? ഇങ്ങനെ എല്ലാത്തിലും ഒരു കള്ളത്തരം വെച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു പരിശുദ്ധമായ ഒരു സ്ഥാപനം ഇങ്ങനെ പോകുന്നത്? നമ്മൾ ലോകത്തിന് എന്താണ് മാതൃക കാട്ടുക? ഇങ്ങനെ കപടമുഖം ധരിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? ഇത് പറയാതിരുന്നാൽ എങ്ങനെ ശരിയാവും? ഇത് പൊതുസമൂഹം അറിയണ്ടേ? അതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ പുറത്ത് വന്നത്. ഞാൻ വന്ന് 1 വർഷം ആകാൻ പോകുന്നു. അത്രയും കാലം ഞാൻ ആലോചിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് നോക്കിയിട്ട് തന്നെയാണ് ചെയ്തത്. പൊതുസമൂഹത്തെ അറിയിക്കുക, അത് തന്നെയാണ് ആവശ്യമെന്ന് ഉറച്ച് തീരുമാനിച്ചിട്ടാണ് ഞാനിത് സമൂഹത്തോട് പറഞ്ഞത്. ഇനി എന്താണ് വരാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല, നോക്കാം.